ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ എൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസം ലാരിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് താഴേക്ക് വായിക്കാം. ഓടിയുള്ള സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതുള്ളതൊക്കെയും സൽഗുണമായതൊക്കെയും പുകഴ്ചയതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തിരുവചനമായ ദിവസത്തിലായിരിക്കാൻ ദൈവം നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുനാഥൻ്റെ ആമേൻ. അതിൻ്റെ 4 വാക്യങ്ങൾ 14 വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് തന്നെ വേണ്ടിക്കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിലുള്ള പരമവിളിയുടെ വിരുദ്ധനായി ഓടുന്നു. വീണ്ടും പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ. അതിനുശേഷം വീണ്ടും പൗലോസ് പറയുക, പിന്നിലുള്ളതെല്ലാം മറന്ന് മുമ്പിലേക്ക് ഓടുമ്പോൾ നാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം നാം നേടിയെടുക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും, ഒന്നാമത് സത്യമായത്, 2 ഘനമായത്, 3 നിർമ്മലമായത്, 4 രമ്യമായത്, 5 സൽഗുണമായത്, 6 പുകഴ്ചയായത്, ഇതൊക്കെയും നാം മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സത്യത്തെ നാം മുറുകെ പിടിക്കണം. അത് ഘനമായത്, ദൈവത്തിൻ്റെ വചനം അത് കാഠിന്യമേത് ഘനമായതിനെ നാം മുറുകെ പിടിക്കണം. നിർമ്മലമായത് നാം മുറുകെ പിടിക്കണം. രമ്യമായത് നാം മുറുകെ പിടിക്കണം. സൽഗുണമായത് നാം മുറുകെ പിടിക്കണം. പുകഴ്ചയായത് നാം മുറുകെ പിടിക്കണം. ഇവയൊക്കെയും നാം മുറുകെ പിടിച്ച് അവയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഓടിയാൽ, സ്തോത്രം, പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിൽ ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം നമ്മിൽ പ്രസാദിപ്പാനിടയായിത്തീരും. ദൈവത്തിൽ, ഹല്ലേലൂയ, നാം അടിയന്തരമായി ദൈവസന്നിധിയിൽ നമ്മൾ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നാം പ്രയോജനമുള്ളവരായി തീരുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നാം ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും നാം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് ഓടിയാൽ ദൈവത്തിന് നമ്മിലെക്കുറിച്ച് അനേകരെ ദൈവരാജ്യത്തേക്ക് നേടുവാനും നമ്മൾ ജീവിതത്തെക്കുറിച്ച് ദൈവത്തെ പ്രസാദമുള്ളതായി തീരുവാനിടയായിത്തീരും. ആകിയാൽ ഈ നാളുകളിൽ പൗലോസിനെ പോലെ നമുക്ക് സത്യമായത് ചിന്തിക്കാം. പ്രിയ മക്കളെ, ഘനമായത്, നിർമ്മലമായതും രമ്യമായതും സൽഗുണമായതും പുകഴ്ചയായതൊക്കെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ കൊച്ചു ജീവിതം കൊണ്ട് ദൈവത്തിന് നമുക്ക് സാറ്റിസ്ഫൈഡായി തീരുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവ് നമ്മൾ പ്രസാദിക്കുന്നവരായിത്തീരട്ടെ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.